ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ചെത്ത പച്ച മലയാളം മൂവി റിവ്യൂ. അങ്ങനെ ന്യൂ ഇയറിലെ മസ്റ്റ് അവൈറ്റഡ് മൂവി റിലീസായി കണ്ടു. ലിറ്ററലി ഈ മൂവിയുടെ ട്രെയിലർ ടീസർ ഒരു വലിയ ബസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ ക്യാമിയോ റോൾ, പിന്നെ മോഹൻലാലിൻ്റെ ക്യാമിയോ റോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പായിരുന്നു ഈ മൂവിയെ കാണാൻ. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് യങ് ഡയറക്ടർ അദിത് നായർ. മോഹൻലാലുടെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് അദിത് നായർ. സിനിമ എഴുതിയിരിക്കുന്നത് അദിത് നായർ, സനൂപ്. സ്റ്റാർ കാസ്റ്റ് എന്ന് പറഞ്ഞ അർജുൻ അശോകൻ, റോഷൻ മാത്യൂസ്, വൈശാഖ് നായർ, ഇഷാൻ, CS മാത്യു. കമ്പോസേഴ്സ് മുജീബ്, ശങ്കർ എസാൻ ലോയ്. സിനിമാറ്റോഗ്രാഫി അനന്ത് S ചന്ദ്രൻ. എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ പ്രഭാകർ. ആർട്ട് ഡയറക്ടർ സുനിൽ ദാസ്. വളരെ ഹൈ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഈ മൂവിയോട്. കാരണം ഇതിൻ്റെ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അറിയപ്പെടുന്ന ധർമ്മ പ്രൊഡക്ഷൻ ഫസ്റ്റ് ടൈം മലയാളം മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഈ സീരീസാണ് മ്യൂസിക്കിന് പവർ കൊടുക്കുന്നത്. ഈ ഓൾ ഇൻ ഓൾ കൊളാബറേഷൻ നോക്കി ഭയങ്കര സെറ്റപ്പ് പടമായിരിക്കുമാണ് എല്ലാവരുടെ പ്രതീക്ഷ ആയിരുന്നത്. പക്ഷേ മൂവി എവിടെയോ കുറച്ച് പാളി. കൺസെപ്റ്റും എടുത്ത രീതി വളരെ സൂപ്പറായിരുന്നു. പക്ഷെ ഒരു കണക്റ്റ് ആവാത്ത രീതിയിലുള്ള പോക്കായിരുന്നു പടത്തിൻ്റെ. ഫസ്റ്റ് ഹാഫ് ഓക്കെ എന്ന് പറയാം. ആ ക്യാരക്ടർ ബിൽഡപ്പ് അതെല്ലാം കൂടി ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യാൻ അതങ്ങനെ പോയി. മൂവിക്ക് അങ്ങോട്ട് ഒരു കണ്ടിന്യൂസ് ഫ്ലോ കിട്ടുന്നില്ല. എന്തോ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി സീൻ ഉണ്ടാക്കിയ പോലെ ഒരു ഫ്ലോയിലോട്ട് വരുന്നില്ല. പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ പെർഫോമൻസ് സൂപ്പർ. ബാക്കി സീൻസ് എല്ലാം ഒരു കൊച്ചിക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ രീതിയിലുള്ള ഡയലോഗ് ഡെലിവറീസ്. പടത്തിലെ പ്ലസ് പോയിന്റ് ഒരു എനർജി തോന്നിയത് വൈശാഖ് നായരുടെ പെർഫോമൻസ് ആണ്. പൊളി. അവരുടെ ഗെറ്റപ്പും അവരുടെ സ്വാഗ്, അവരുടെ സ്റ്റൈൽ സൂപ്പർ. അവരുടെ ഏത് പടം എടുത്താലും അവരുടെ പെർഫോമൻസ്, അവരുടെ ഇമ്പാക്റ്റ് സൂപ്പർ തന്നെ. ഒരു പക്ക ഗുഡ് ആക്ടർ മെറ്റീരിയൽ തന്നെ. ഹിന്ദിയിൽ അവർ അഭിനയിച്ച പെർഫോമൻസ് സൂപ്പർ. 2-3 ഹിന്ദി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ തന്നെയാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് ഈ സിനിമയിലുണ്ട്. കോമഡി ക്യാരക്ടറാണ്. ആൾ പൊളിച്ചിട്ടുണ്ട്. ആളുടെ പൊളി പെർഫോമൻസ് തന്നെ. സെക്കൻഡ് ഹാഫ് ഡയറക്ടർ പടം കൈവിട്ട മാതിരിയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ജീവൻ വന്നത് പടത്തിൽ മമ്മൂക്കയുടെ ഒരു ക്യാമിയോ എൻട്രി ആയിരുന്നു. പക്ഷെ അതും ഡയലോഗ് ഡെലിവറി വെറും ചെളി ആയിരുന്നു. ഓവറോൾ പറഞ്ഞാൽ ഈ സിനിമ ഒരു ബിലോ ആവറേജ് തന്നെ. ഞാൻ ഈ സിനിമയ്ക്ക് 2 out of 5 കൊടുക്കുന്നു. നിങ്ങൾ ഈ പടം കണ്ടതിനു ശേഷം നിങ്ങളുടെ റിവ്യൂ പറയുക. നന്ദി, നമസ്കാരം.